ചാരു എന്റെ പെങ്ങളുടെ മകൾ. അവൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പെയ്തൊഴിയാതെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഓ, നീ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? തന്നോട് ഈ വീട്ടിൽ കയറി പോരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ? തനിക്ക് എന്താണോ വേണ്ടത്? നീ എന്റെ പേരക്കുട്ടിയെ കൊന്നല്ലടാ. എന്താടാ നീ ഒന്നും മിണ്ടാത്തത്? വീട്ടിൽ കയറി വന്ന അനാവശ്യം പറഞ്ഞാൽ തന്റെ മുട്ടുകാലം ഞാൻ തല്ലി പിടിക്കും. എന്റെ പേരക്കുട്ടിയെ കൊന്നിട്ട് ന്യായം പറയുന്നടാ. ഇവന്റെ കാര്യം എനിക്ക് മനസ്സിലാക്കാം. എന്നോടുള്ള വൈരാഗ്യം ഇവൻ എന്റെ പേരക്കുട്ടിയോട് തീർത്തായിരിക്കും. പക്ഷെ നിനക്ക് എങ്ങനെയാ മോടെ സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ തോന്നിയത്? എന്റെ ചോര ഇല്ലാതാക്കിയപ്പോ നിനക്ക് സമാധാനമായോടാ? പോക്കിരിത്തരം പറയരുത്. ഒരു കുഞ്ഞിനോട് ദേഷ്യം കാണിക്കാൻ മാത്രം ചെറ്റല്ല ഞാൻ. ഒരു ഭാര്യ ഉണ്ടായിട്ടും ഇവളിവിടെ വെച്ചോണ്ടിരിക്കുന്നത് കണ്ടാൽ തന്നെ അറിയാലോ നീ എത്ര വലിയ ചെറ്റയാണെന്ന്. ഞാൻ തന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, താനും തന്റെ മോളും തമ്മിലുള്ള പ്രശ്നം ഈ വീടിന് പുറത്തു വച്ച് തീർത്തോണം. വീട്ടിൽ വന്ന് ബഹളം വെച്ചാ തന്നെ ഞങ്ങൾ വെറുതെ വിടില്ല. അല്ലെങ്കിൽ എന്താ നിങ്ങളെന്നെ മൂക്കി കയറ്റുമോ? എനിക്കാരെയും പേടിയൊന്നുമില്ല. ഞാൻ ബഹളം വെക്കും. നിങ്ങളുടെ മോന്റെ തനി ഗുണം ഈ നാട്ടുകാർ മൊത്തം അറിയട്ടെ. എന്റെ മകളുടെ വിവാഹബന്ധം തകരാൻ കാരണം ഇവൻ ഒറ്റ ഒരുത്തനാണെന്ന് എല്ലാവരും അറിയണം. അനാവശ്യം പറയരുത്. ഓ, പോലീസ് മാഡം എത്തിയോ? തന്റെ മകൾ ഡിവോഴ്സ് ആവാൻ കാരണക്കാരൻ ഗിരിയേണ്ണല്ല, താൻ തന്നെയാ. ഇവള് ഭർത്താവിന്റെ വീട്ടിൽ എന്തുമാത്രം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തനിക്കറിയാമോ? അയാളെ പോലൊരു ദുഷ്ടനെ കൊണ്ട് പ്രീതിയെ കല്യാണം കഴിപ്പിച്ചത് താനല്ലേ? ഇവളുടെ ഇഷ്ടം കണക്കിലെടുക്കാതെ കല്യാണം നടത്തിയത് തന്റെ തെറ്റാ. ഓ, നിന്നെ പോലെ ഒരു മണ്ടി ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കൺമുമ്പിൽ സത്യമുണ്ടായിട്ടും നിനക്കത് കാണാൻ കഴിയുന്നില്ല അല്ലേ? നോക്കിക്കോ, ഇവള് നിന്റെ കുടുംബം കുളം തോണ്ടും. ഇറങ്ങിപ്പോടോ. എടാ, നീ ചെയ്ത പാപങ്ങൾക്കെല്ലാം അനുഭവിക്കാൻ പോകുന്നത് നിന്റെ കുഞ്ഞായിരിക്കടാ. എന്ത് തോന്നിയാസം വിളിച്ച് പറയാനാണോ? നിനക്ക് തല്ലിന്റെ നല്ല കുറവുണ്ടെന്ന് നാട്ടുകാരെല്ലാം പറയുന്നുണ്ട്. കുട്ടിക്കാലം മുതൽ നിന്നെ കുറെ ലാളിച്ച് വഷളാക്കിയത് കൊണ്ടാണ് നീ ഇങ്ങനെ ആയത്. നീ ഇനി എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. നിനക്ക് ഇനി അച്ഛനെ വേണ്ടല്ലോ. വെറുതെ ഇവളെ കുറ്റം പറയണ്ട. ഇതൊക്കെ തന്റെ കർമ്മഫലമാ. എന്റെ അച്ഛനോട് ചെയ്ത തെറ്റിന് ദൈവം തന്നെ ശിക്ഷിക്കുന്നതായിരിക്കും. എന്റെ അച്ഛന്റെ മരണം വെച്ച് താൻ ഒരുപാട് കാശുണ്ടാക്കിയതല്ലേ? എന്നിട്ടിപ്പൊ എന്തായി? ആ കാശുകൊണ്ട് തന്റെ കുടുംബത്തിന് നല്ലത് സംഭവിച്ചോ? തന്റെ കുടുംബത്തിന് സംഭവിക്കുന്ന എല്ലാ മോശ അനുഭവങ്ങൾക്കും കാരണക്കാരൻ താനാണ്. താൻ ചെയ്ത തെറ്റുകളാണ്. പ്രീതി,